ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവർണിക പറയുന്നുണ്ട്, എന്തായാലും കിച്ചു നാളെ നാട്ടിലേക്ക് വരണം. കിച്ചുവിൻ്റെ ഈ തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലത്. അമ്മയും ശ്രീജയും പറഞ്ഞത് കേട്ടില്ല, നാട്ടിലേക്ക് എന്തായാലും നമുക്ക് നാളെ പോവാം, നാളെ ഫ്ലൈറ്റിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തെന്ന് പറയുമ്പോൾ ശ്രീജി അമ്മയെ സന്തോഷിക്കുകയാണ്. അയ്യോ, നമ്മൾ ഫ്ലൈറ്റിലാണോ മോളെ പോകുന്നത്? ഏയ്, നിങ്ങൾക്ക് ട്രെയിനിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എനിക്കും കിച്ചുവിനെ മാത്രം ഫ്ലൈറ്റിലേക്ക്. അപ്പം നാളെ രാവിലെ തന്നെ നമുക്ക് പോകണം. കിച്ചു നിന്നെ കാണാൻ കാത്തിരിക്കുക. ഗോവിന്ദ് സാറിൻ്റെ ഭാര്യ ഗീതാഞ്ജലി എന്നോട് പ്രത്യേകം പറഞ്ഞു, കിച്ചുവിനെ കാണാൻ കാത്തിരിക്കുക, കൊതിയായിട്ട് വയ്യ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കിച്ചു നാളെ നമുക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അവിടെ നിന്ന് പോകുക കേട്ടോ. അതൊക്കെ കേൾക്കണം നമ്മുടെ കിഷോർ അവർണികനെ നോക്കുന്ന സമയത്ത് അവർണികൾക്ക് ഇങ്ങനെ സംശയമൊന്നുമില്ല. അവർണിക ഇങ്ങനെ ശരിയെന്ന് നാളെ പോയിട്ട് അവരുടെ കാൽക്കീഴിൽ നിന്ന് പണിയെടുക്കാൻ തയ്യാറായിരിക്കും, എന്തായാലും നിന്നെ കാത്തിരിക്കുക എന്തായാലും ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോണത്. അങ്ങനെ അവർണിക പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താടാ നിന്നെ കാത്തിരിക്കുക ഗീതാഞ്ജലി, നിന്നെ കാണാതെ പറ്റണില്ല, നിന്നെ എന്തായാലും കാണണമെന്നൊക്കെ കാത്തിരിക്കുക എന്ന് പറയണു. അപ്പോൾ ഗീതാഞ്ജലിക്ക് ഇപ്പോഴും നിന്നോട് ഇഷ്ടമാണല്ലേ എന്ന് പറയുമ്പോൾ ശ്രീജ പറയണ്ട, അതെ ചേട്ടാ, എനിക്ക് തോന്നണേ അവള് ചേട്ടനെ കാത്തിരിക്കാൻ തോന്നുന്നു ഇപ്പോഴും. ഇവിടെ തന്നെ അവൾ ഭർത്താവിനെയും കൊണ്ടല്ലേ വന്നത്, അതിനർത്ഥം അവൾക്ക് ആ സൗകര്യങ്ങളൊന്നല്ല, ചേട്ടനാണ് വലുതെന്നാ എനിക്ക് തോന്നുന്നു. അവർണികനെക്കാളും നല്ലത് ഗീതു തന്നെയാണ് ചേട്ടന് നല്ലത് എന്ന് പറയണം. ആ സമയത്ത് കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, അവൾക്ക് എന്നോട് ഇപ്പോഴും പ്രണയമുണ്ടോ? അവൾ എന്നെ കാത്തിരിക്കുകയാണെന്നല്ലേ അവർണിക പറഞ്ഞത്, അതിനർത്ഥം അവൾ എന്നെ കാത്തിരിക്കണം തന്നെയാണ്. എന്തായാലും അവിടെ പോയിട്ട് ഒന്നും കൂടി പ്രണയനാടകം കളിക്കണം, അവളുടെ മുമ്പിൽ അവളെ വിശ്വസിപ്പിക്കണം, എന്തെങ്കിലും കഥ ഉണ്ടാക്കണം, എന്നിട്ട് അവളെ വീണ്ടും പഴയ പോലെ തന്നെ എൻ്റെ പ്രണയിനിയാക്കണം, അവൾ വഴി ഇനി എല്ലാ കാര്യങ്ങളും നടത്തണം. എന്തായാലും അവർണികനേക്കാളും പണക്കാരി ഗീതു തന്നെയാണ് എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ മനസ്സിൽ. അതിനുശേഷം കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു നമ്മുടെ വിജയലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്, തന്നെ സംരക്ഷിക്കുകയാണ് ഗോവിന്ദ് സാർ. ഞാൻ വിചാരിക്കണ പോലെയൊന്നുമല്ല, കിഷോറിനെ ഇപ്പോൾ എൻ്റെ കാൽക്കീഴിൽ കിഷോർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ ഗോവിന്ദ് സാറാണ്, ഞാനല്ല, എനിക്ക് വേണ്ടി ഗോവിന്ദ് സാറാണ് ആ കമ്പനി വാങ്ങിച്ചത് എന്നിങ്ങനെ പറയുക കേട്ടോ. അതൊക്കെ പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടില്ലേ അവന് നിന്നോടുള്ള സ്നേഹം, അവൻ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും നിന്നോട് അവന് ഇപ്പോഴും സ്നേഹമുണ്ട് മോളെ, എനിക്കറിയാം നിൻ്റെ ഉള്ളിലും അവനോട് സ്നേഹവും ബഹുമാനവും കടപ്പാടൊക്കെ ഉണ്ടെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ഈ താലി കണ്ടോ, ഈ താലി നിൻ്റെ കഴുത്തിലുണ്ടല്ലോ, അതുകൊണ്ട് അവനൊന്നും അപകടം പറ്റരുത്, അവൻ എപ്പോഴും നിൻ്റെ കൂടെ വേണം. അന്ന് ഒരു ദിവസം അജാസ് അവനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാണ്ട് നീ എടുത്ത് ചാടിയില്ല, അതിനൊക്കെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ, നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട്, ഇല്ല ഞാൻ സ്നേഹിക്കുന്നില്ല, കാരണം വെച്ചാൽ ഞാൻ ഇനി ഒരു പുരുഷനെ സ്നേഹിക്കില്ല എന്ന് ഗീതു പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഒരു പുരുഷന്മാരെ സ്നേഹിക്കേണ്ട, പക്ഷെ ഇപ്പോൾ ഉള്ള ഭർത്താവിനെ നിനക്ക് സ്നേഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല മേഡം എന്നെ വിശ്വസിക്കണം, മേഡം വിചാരിക്കുന്ന പോലെ ഗോവിന്ദ് സാറിനോട് എനിക്ക് പ്രണയമൊന്നുമില്ല. പിന്നെ നിനക്ക് എന്താ ഉള്ളത്? ഒരു പെണ്ണിന് ഒരു ആണിനോട് പല ഇഷ്ടങ്ങളുണ്ടാവും, പ്രണയമായിരിക്കുക, ചിലപ്പോൾ ചേട്ടനോടുള്ള സ്നേഹമായിരിക്കുക, ചിലപ്പോൾ ഒരു അനിയനോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഗീത പറയണ്ടേ, എനിക്ക് ഈ സ്നേഹമൊന്നുമല്ല ഗോവിന്ദ് സാറിനോടുള്ളത്, പിന്നെ എന്ത് സ്നേഹമാണ് നിനക്കുള്ളത്? എനിക്ക് അദ്ദേഹം ഒരു ദൈവത്തെ പോലെയാണ് എന്ന് പറയുമ്പോൾ അത് കള്ളം, ഒരിക്കലും നമുക്ക് ദൈവത്തെ പോലെ ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. എന്താണെന്നറിയാവോ, നമ്മൾ ദൈവത്തിനെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾക്ക് മനുഷ്യരെ അങ്ങനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങൾ കാണാനും നമുക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ മാത്രമേ നമ്മൾ ദൈവത്തെ വിളിക്കാറുള്ളൂ. എന്താ സത്യമല്ലേ? അത് പിന്നെ എങ്ങനെയാണ് മനുഷ്യരോടുള്ള സ്നേഹമാവണത്? അതൊക്കെ വെറുതെ ഗീതു, ഒരിക്കലും ദൈവത്തെ പോലെ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിനക്ക് അദ്ദേഹത്തോടുള്ളത് ഒരു പ്രണയമാണ്, അത് നീ പറയാൻ മടിക്കുവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറഞ്ഞിട്ട്, പ്ലീസ് മേഡം എന്നെ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹത്തോട് എന്നിങ്ങനെ പറയുവാണ്. ശരി, നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുകയാണ്, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നിന്നെ എത്രമാത്രം കെയർ ചെയ്യണത് എന്നിങ്ങനെ പറയുകയാണ്. നിനക്കും ഗോവിന്ദനോട് കുറച്ച് കടപ്പാടൊക്കെ ഇല്ലേ മോളെ എന്ന് പറയുമ്പോൾ, ഉണ്ട് മേഡം, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് എൻ്റെ കടമയാണ്, ആ കടമയുടെ പേര് തന്നെയാണ് ഭാര്യ എന്നൊക്കെ വിജയലക്ഷ്മി പറയുമ്പോൾ ഗീതു ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഗീതു കുറച്ച് മുമ്പിലേക്ക് നടന്നു പോവാം. എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര, ഇനി എൻ്റെ ഉള്ളിൽ വേറൊരു ഗീതു ഉണ്ടോ, അദ്ദേഹത്തെ പ്രണയിക്കണ ഗീതു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പഴയ കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കുകയായിട്ടോ. ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുത്തതും, അതുപോലെ തന്നെ കാട്ടിലകപ്പെട്ടു പോയപ്പോൾ ഗോവിന്ദൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതും, തണുപ്പത്ത് ഗോവിന്ദ് കഞ്ഞി ഉണ്ടാക്കി തന്നതും, അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ വിട്ടു പോവലെന്നൊക്കെ ആ തണുപ്പത്ത് ഗോവിന്ദൻ്റെ മാറിൽ ചാരി പറഞ്ഞതൊക്കെ ഓർക്കുവാണ്. അതിനുശേഷം ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി എൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ടാവോ, ഞാനത് കാണിക്കാത്തയാണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ വിജയലക്ഷ്മി വീണ്ടും വരുന്നുണ്ട്. മോളെ നീ എന്തായി ആലോചിക്കണേ? ഒന്നുമില്ല മേഡം, എനിക്കറിയാം മോളെ നിൻ്റെ മനസ്സ്. ഗോവിന്ദന് ഇതുവരെയായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ശരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവൻ്റെ രാധികാവനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. നീ അവനെ യാഥാർത്ഥ്യമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവൻ
അവന് മനസ്സിലാവും എന്താണ് സ്നേഹം, എന്താണ് കപട സ്നേഹമൊക്കെ. അത് നീയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നീ അവനെ സ്നേഹിക്കണം. മേഡം, എനിക്കതിന് കഴിയില്ല. നീ സ്നേഹിച്ചില്ലെങ്കിൽ വേണ്ട, നീ ഒരു ഭാര്യനെ പോലെ അനുകരിക്കണം. എന്താ, നിനക്ക് അഭിനയിക്കാൻ കഴിയില്ലേ? മേഡം, എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല. എന്താ, ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? നീ എന്തായാലും ഒരു ഭാര്യയുടെ കടമകളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. നിനക്ക് മാത്രമേ ഒരു യഥാർത്ഥ സ്നേഹവും കപട സ്നേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം അവനൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ മോളെ. അതിനുവേണ്ടി നീ തന്നെ കുനിഞ്ഞിറങ്ങണം. രാധികയുടെ ഒരു കപട സ്നേഹമാണെന്നും നിൻ്റെ യഥാർത്ഥ സ്നേഹമാണെന്നും രണ്ട് സ്നേഹവും അവൻ മനസ്സിലാക്കണം. അതിന് നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ മോളെ. നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഗീതു അതിനെക്കുറിച്ച് ആലോചിക്കുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ രാത്രി കാണാം. ബൈ ബൈ.